മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. നോർത്ത് ഇന്ത്യയിലെ പ്രോജക്റ്റൊക്കെ ഇവിടെ ഇരുന്ന് മാനേജ് ചെയ്യാവുന്ന ടെക്നോളജിയൊക്കെ ഇപ്പം ഇവിടെ ഉണ്ട്. ഇനിയുള്ള കാലം എൻ്റെ മോനും മോളും മരുമക്കളും എല്ലാം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അല്ലാതെ ആദർശ് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ നോക്കണ്ട. അപ്പോ അത് നടക്കില്ല. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കാം, ഞാൻ ആന്റിയെ കണ്ടിട്ട് വരാം. അല്ല ആദർശ് എപ്പോ എത്തുമേ? 11 മണിയുടെ ഫ്ലൈറ്റ് എന്നാ പറഞ്ഞത്. അറൈവലായിട്ട് ഓഫീസിൽ പോയിട്ടേ ഇങ്ങോട്ട് വരൂ. അതെന്താ? ഇന്ന് MD ആയി സ്ഥാനമേൽക്കാൻ നല്ല ദിവസമാണെന്ന് സുഭദ്രേച്ചി പറഞ്ഞു. അതുകൊണ്ട് ആ ചടങ്ങ് നടത്തിയേക്കാം. നിങ്ങൾ ആദർശിനെ കൂട്ടാൻ വരുന്നുണ്ടോ? ഇല്ല, ഇന്ന് സൈറ്റിൽ ഞാൻ ചെല്ലണം. ഒരു യൂണിയൻ ഇഷ്യൂ ഉണ്ട്, അതൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. അമ്മയ്ക്കതറിയാലോ. ഓ ശരിയാണല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മാത്രം അംഗീകരിച്ചാൽ മതി. ഞാൻ പാർട്ടി സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ മുന്നിൽ വെച്ചൊന്ന് വിഘ്നേഷ് സംസാരിച്ച് ഉറപ്പുവരുത്തണം. അപ്പൊ അവര് ഹാപ്പി ആയിക്കൊള്ളൂ. ശരി അമ്മേ, അങ്ങനെ ചെയ്യാം. ധന്യ, ഞാൻ ഇറങ്ങുവാണേ. അതെ, നമ്മുടെ മീര ഇപ്പോ ദേവാ ബിൽഡേഴ്സിലല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, കരിയറിന്റെ തുടക്കം തന്നെ അതുപോലൊരു കമ്പനി കിട്ടിയതേ മീരമുള്ള ഭാഗ്യം. മനോജേട്ടൻ ദേവാ ബിൽഡേഴ്സിന്റെ സബ് കോൺട്രാക്ട് കിട്ടാൻ പല പ്രാവശ്യം ശ്രമിച്ചതല്ലേ? കൊട്ടേഷനൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അവരങ്ങനെയൊന്നും പുതിയ ടീമിന് വർക്ക് തരത്തില്ല. മുൻപ് അവരുടെ വർക്കുകൾ നന്നായി ചെയ്തു തീർത്തിട്ടുള്ള കമ്പനികൾക്കായിരിക്കും മുൻഗണന കൊടുക്കുക. അങ്ങനെയുള്ള ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പുതിയ കമ്പനികൾ പരിഗണിക്കും. അങ്ങനെ പരിഗണിച്ചാൽ തന്നെ അതിന് 100 നൂലാമാലകളും ഉണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും ആദ്യം ഒരു വർക്ക് കിട്ടിയാലല്ലേ നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുക്കുക ഇല്ലയോ എന്ന് അവർക്ക് അറിയാൻ പറ്റൂ. അതെ, അങ്ങനൊരു ചാൻസ് കിട്ടാൻ മീര വിചാരിച്ചാ പറ്റില്ലേ? അതിൻ്റെ ഒന്നും ആവശ്യം തൽക്കാലം നമുക്കില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സമൊന്നും വരാത്ത രീതിയിൽ ജീവിക്കാനുള്ള വരുമാനം ഇപ്പോഴുള്ള വർക്കുകൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. അങ്ങനല്ല മനോജേട്ടാ. ഇപ്പൊ ഒരു വർക്ക് തീരുമ്പോ അടുത്ത വർക്ക് പിടിക്കാൻ മനോജേട്ടൻ പല ശ്രമങ്ങളും നടത്തേണ്ടി വരാറില്ലേ? ഈ ദേവാ ബിൽഡേഴ്സിന്റെ ഗുഡ് ബുക്കിൽ നമ്മൾ കേറി പറ്റിയ പിന്നെ നമുക്ക് വർക്ക് പിടിക്കാൻ ഇങ്ങനെ നടക്കേണ്ടി വരില്ലല്ലോ. തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. മീര അവിടെ ജോലിക്ക് കയറിയതേ ഉള്ളൂ. ആദ്യ മാസം ശമ്പളം മൂലം കൈപ്പറ്റിയിട്ടില്ല. ഈ അവസ്ഥയിൽ നമ്മൾ അവളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് വളരെ മോശമാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാ കുഴപ്പം. മനോജേട്ടൻ എന്തിനാ ഇതൊക്കെ നെഗറ്റീവായിട്ട് കാണുന്നേ? ആദ്യം മീരയോടൊന്ന് സൂചിപ്പിച്ചു വെക്ക. അവസരം വരുമ്പോ അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, പറ്റിയില്ലെങ്കിൽ വേണ്ട. പോയാൽ നമുക്കൊരു വാക്കല്ലേ പോവൂ. ഇതൊക്കെ വലിയ കാര്യമാണോ? ഇപ്പൊ എന്തായാലും ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമൊന്നുമല്ല. കുറച്ചുനാൾ മീരയോടെ വർക്ക് ചെയ്യട്ടെ, എന്നിട്ട് നോക്കാം. ശരിയെന്നാ. വെൽക്കം. താങ്ക് യു. ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ?
പുതിയ MD ഓഫീസിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ സ്വീകരിക്കണമല്ലോ. ഈ ഓഫീസിൽ നീ വന്നിട്ടില്ലല്ലോ. ഇല്ല. ആ അതെങ്ങനാ? 4 കൊല്ലമായില്ലേ നോർത്തിലെ കാര്യങ്ങൾ നോക്കി നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ കമ്പനി ഒരു ലീഡിംഗ് സ്ഥാപനമായില്ലേ അവിടെ. മതി മതി, നീ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി. ആ എല്ലാരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തി. ഞാൻ HR എക്സിക്യൂട്ടീവ് മീര. ഹലോ. ഞാൻ ഇന്നലെ പറഞ്ഞ ലിസ്റ്റ് റെഡിയല്ലേ മീര? റെഡിയാണ് മാം. ആ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം, അപ്പൊ കൊണ്ടുവരണം. യെസ് മാം. വാ. പ്ലീസ് വെൽക്കം. ഐശ്വര്യമായിട്ട് MDയുടെ സീറ്റിലേക്ക് ഇരിക്കൂ ആദർശ്. അമ്മേ, ദേവേട്ടനായി തുടങ്ങിയ കമ്പനിയാ ഇത്. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇന്ത്യ മുഴുവൻ നമുക്ക് ഓഫീസുകളും പ്രോജക്റ്റുകളുമായി. പെട്ടെന്നൊരു ദിവസം ദേവേട്ടൻ നമ്മളെ വിട്ടുപോയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പകച്ചു നിന്നതാ. അപ്പോഴും ദേവേട്ടന്റെ ആത്മാവ് തന്ന ധൈര്യവും ആത്മവിശ്വാസവും ആവും ഇന്നുവരെയും ദേവാ ബിൽഡേഴ്സിന്റെ അന്തസ്സിനും പേരിനും ഒരു മങ്ങലും ഏൽക്കാതെ ഇത്രയും നാൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിനെന്നെ നമ്മുടെ കമ്പനിയിലെ ഓരോ സ്റ്റാഫും സഹായിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും നിന്റെ അമ്മാവൻ. ഇന്ന് ഈ കമ്പനി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ദേവാ ബിൽഡേഴ്സിന്റെ യശസ് ഇനി നീ വേണം ഉയർത്താൻ. അച്ഛനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇരുന്നോളൂ. അമ്മയും കൂടി അറിഞ്ഞോണ്ടാണോ അച്ഛൻ ഈ കല്യാണം ആലോചിക്കുന്നേ? ഞാനും കൂടി അറിഞ്ഞോണ്ടാണെന്ന് ചോദിച്ചാ ഇങ്ങനെ ആലോചിക്കാൻ പോവാണെന്ന് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കൽ പോലും ആദർശേട്ടനെ ഭർത്താവായിട്ട് മനസ്സിൽ സങ്കല്പിച്ചിട്ട് പോലുമില്ല. ഒരു കസിൻ ബ്രദറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന അച്ഛൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അത് മാത്രല്ല, എനിക്കിപ്പോ ഒരു വിവാഹത്തിന് താല്പര്യമില്ല. അമ്മയ്ക്കറിയാലോ, കൊച്ചിലെ മുതലേ ഒരു ടീച്ചർ ആവാനാ ഞാൻ ആഗ്രഹിച്ചത്. അത് ശമ്പളം കിട്ടാനൊന്നും അല്ല, എനിക്ക് അങ്ങനെ ഒരു ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാ. നീ ഇക്കാര്യം അച്ഛനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്തിനാ അങ്ങനെ ഒരു ജോലി, അതിന്റെ ആവശ്യം എന്താ എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നത്. നീ നേരിട്ട് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനാ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛൻ എല്ലാം പണത്തിന്റെ അളവ് വെച്ചാ നോക്കുന്നത്. നമുക്ക് ജീവിക്കാനുള്ളത് അച്ഛൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ പണത്തിന്റെ പിന്നാലെ പോകുന്നത്? അതിനൊരു ഉത്തരവേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പണത്തിനെയാ. ഈ ജന്മം മുഴുവൻ ചേട്ടൻ അതിന്റെ പിന്നാലെ ഓടും. അതാര് പറഞ്ഞാലും നിർത്താൻ പോകുന്നില്ല. അച്ഛൻ ഓടിക്കോട്ടെ, അച്ഛൻ എത്ര വേണേലും സമ്പാദിച്ചോട്ടെ, പക്ഷെ നമ്മളെ അതിന് കരുവാക്കുന്നത് മോശല്ലേ? അതെ. അമ്മ ഇതുവരെ അച്ഛനോടത് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല മോളെ. ചേട്ടന്റെ മനസ്സിലൊരു കാര്യം ഉണ്ടെങ്കിൽ അത് സാധിക്കുന്നത് വരെ അതിനുവേണ്ടി എന്തും ചെയ്യും. അതിൽ മറ്റുള്ളവരുടെ മനസ്സോ വേദനയോ ഒന്നും ചേട്ടൻ നോക്കാറില്ല. ഞാനിനി എന്ത് ചെയ്യും? എനിക്കതാ മനസ്സിലാവാത്തത്. അച്ഛനോട് മുഖത്ത് നോക്കി എനിക്കത് പറ്റില്ലെന്ന് പറയാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഉള്ളിൽ ഞാൻ കുറെ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു നോക്കി, പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞു പോയാ പിന്നെ അച്ഛന്റെ മുഖത്ത് നോക്കാനോ ഈ വീട്ടിൽ താമസിക്കാനോ എനിക്ക് പറ്റാതെ വരും. അങ്ങനൊന്നും പറയാതെ മോളെ. ഞാനിവിടെ ജീവിക്കുന്നത് തന്നെ എന്റെ മക്കൾക്ക് വേണ്ടിയാ.
എനിക്കുണ്ടായ ഗതികേട് നിങ്ങൾക്കുണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ അച്ഛനും അമ്മാവന്മാരും കൂടി തീരുമാനിച്ച എൻ്റെ കല്യാണം നടത്തിയത്. നിങ്ങളുടെ അച്ഛൻ്റെ സ്വഭാവം മനസ്സിലാക്കി വന്നപ്പോഴേക്കും നീയും ശിവാനിയും ജനിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ജീവിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാ. സ്വന്തമായി നിലനിൽക്കാനും നിങ്ങളെ വളർത്താനും ത്രാണിയുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ നിങ്ങളെയും കൊണ്ട് ഈ വീട് വിട്ടു പോയേനെ. ഇതെന്റെ മാത്രം അവസ്ഥയൊന്നുമല്ല. എന്റെ തലമുറയിൽ ഒരുപാട് സ്ത്രീകൾ ഇതേ അവസ്ഥയിൽ തന്നെയാ. സാഹചര്യങ്ങൾക്കും കാരണങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവാം, എന്നാലും കഥ ഒന്നു തന്നെയാ. ഇനി അങ്ങനൊരവസ്ഥ എനിക്ക് വരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല മോളെ. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതമല്ല അമ്മേ ഞാൻ ജീവിക്കേണ്ടത്. അതെ മോളെ, എല്ലാം ശരിയാണ്. പക്ഷേ എടുത്തിയാടി എൻ്റെ മോൾ ഒരു തീരുമാനത്തിലും എത്തരുത്. അച്ഛൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം മാത്രമാണ് ഈ കല്യാണം. ആദർശനും മാധവ ചേച്ചിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട. മോൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. നീ സമാധാനായിട്ടിരിക്കെ. എന്താടാ, വിശക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഞാൻ വെറുതെ വന്നത്. നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നല്ലോ. എന്താടാ? അല്ല, അതെന്താന്ന് വെച്ചാ ദേ, ലോണിന്റെയോ കാശിന്റെയോ വല്ലതും കാര്യമാണെങ്കിലേ നീ പറയാൻ നിൽക്കണ്ട. എന്റെ കാര്യമല്ല, മീരയുടെ കാര്യം പറയാൻ വന്നതാ. മീരയുടെ കാര്യോ? അതെ, മീരയുടെ കാര്യം തന്നെ. മീരയെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? മീരയ്ക്ക് ഇപ്പൊ ജോലിയൊക്കെ ആയില്ലേ, ഇനി മീരയുടെ വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിച്ചൂടെ? അവൾക്ക് അതിനുള്ള പ്രായമൊക്കെ ആയല്ലോ. അതൊക്കെ അതിന്റെ സമയമാകുമ്പോ ഹരിയേട്ടൻ അത് ആലോചിച്ച് നടത്തിക്കോളും. അതിന് നീ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നേ? കാര്യമുണ്ട്. മീര ഇവിടെ ഉണ്ടെങ്കിൽ ഹരിയച്ചന് അവളുടെ കാര്യത്തെക്കുറിച്ചായിരിക്കും എപ്പോഴും ചിന്ത. ഞാനോ അമ്മയോ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു ഇമ്പോർട്ടൻസും തരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ നിന്ന് മാറ്റണം. അതിന് ഏറ്റവും നല്ലത് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് തന്നെയല്ലേ? എടാ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ ചെന്ന് പറഞ്ഞാൽ ഉടനെ ഹരിയേട്ടൻ നമുക്ക് കല്യാണം ആലോചിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇനി ഒരു നല്ല ചെക്കനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ? ചെറുക്കനൊക്കെ ഉണ്ട്. ആരാത്? അതൊക്കെ പറയാം. അമ്മ എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതം വാങ്ങിച്ചാ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. മീര ഇവിടുന്ന് പോയി കിട്ടിയാ എനിക്ക് വേണ്ട ലോണിന്റെ കാര്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളും ഹരിയേച്ചനെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിച്ചെടുക്കാൻ പറ്റും. ഹരിയേട്ടൻ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആളാ. ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും ഹരിയേട്ടൻ പറയില്ല എന്ന് കരുതി ഹരിയേട്ടന് ബുദ്ധിയില്ല എന്ന് നീ കരുതരുത്. നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിലെന്ത് ഒളിച്ചു വെച്ച് പറഞ്ഞാലും അതെല്ലാം ഹരിയേട്ടന് മനസ്സിലാവും. അതുകൊണ്ട് നിന്റെ ഈ ഐഡിയ ഇവിടെ അങ്ങ് ഉപേക്ഷിച്ചേരെ. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. അമ്മ പറഞ്ഞത് ശരിയാ, ഇതൊന്നും ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ അമ്മ വിചാരിച്ചാൽ നടക്കും. വേണോന്ന് വെച്ചാ അമ്മയ്ക്ക് നടത്തിയെടുക്കാൻ പറ്റാത്ത എന്ത് കാര്യം ഈ ലോകത്തുള്ളത്? ശരി, പറ. നീ കണ്ടുവച്ചിട്ടുള്ള പയ്യനാരാ? നമ്മുടെ മഹേഷില്ലേ, മീരയെ ഭയങ്കര ഇഷ്ടമാ. ഏത് മഹേഷ്? നിന്റെ കൂട്ടുകാരനോ? അതെ അമ്മേ, അവനാണ് മീരയെ കല്യാണം കഴിക്കുന്നെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ മീരയും നമുക്കൊപ്പം നിൽക്കും. അതെങ്ങനെയാ? മഹേഷ് മീരയെ കൊണ്ട് സമ്മതിപ്പിക്കും. ഹരിയച്ചനോട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മീരയെ കൊണ്ട് അവൻ പറയിപ്പിക്കും. നീ എന്താ ഇപ്പോഴത്തെ പെൺകുട്ടികളെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നത്? ആരെങ്കിലും പറയുന്നതനുസരിച്ച് ആടുന്ന പാവകളാണെന്നോ? അതും മീരെ പോലെ പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളൊരു കുട്ടി സ്വന്തം അഭിപ്രായം ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുവോ? കഴിഞ്ഞ ദിവസം നിന്നെ ഞാൻ ഉപദേശിക്കാൻ വന്നപ്പോ നീ കുറേ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോ നിനക്ക് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ബുദ്ധിയും വിവരവും ഉണ്ടെന്ന് വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എടാ, നിന്റെ കൂട്ടുകാരൻ മഹേഷിനെ കുറിച്ച് നാട്ടിലൊക്കെ നല്ല പേരാ. അതും പോരാഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് നിന്നെ അവനെ ഇറക്കിയതേ
ഹരിയേട്ടനും മനോജേട്ടനും കൂടാ. ഹ, എന്നിട്ട് അവന് വേണ്ടി മീരെ കല്യാണം ആലോചിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? മഹേഷും എന്നെ പോലെയല്ലേ? അല്ല, നീ എന്റെ മകനായതുകൊണ്ട് ഹരിയേട്ടന് നിന്നെ ഉപേക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് മാത്ര നീ ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത്. അല്ലെങ്കിലേ അന്ന് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഹരിയേട്ടൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. അപ്പോ എന്റെ ഐഡിയ വർക്കൗട്ട് ആവില്ലെന്നാണോ അമ്മ പറയുന്നത്? മഹേഷിനെ വെച്ചുള്ള നിന്റെ ഐഡിയ എന്തായാലും വർക്കൗട്ട് ആവില്ല. പക്ഷേ അവളുടെ കല്യാണം നടന്ന ഹരിയേട്ടൻ മനസ്സുകൊണ്ട് ഫ്രീ ആവും. പിന്നെ ഇപ്പോ ഉള്ളതുപോലെ നിന്റെ കാര്യത്തിൽ അത്ര കടുംപിടുത്തം ഉണ്ടാവില്ല. അപ്പോ മഹേഷിനെ മാറ്റി ചിന്തിച്ച കാര്യം നടക്കും അല്ലേ? വലിയ ഉറപ്പൊന്നുമില്ല, എന്നാലും സാധ്യതയുണ്ട്. മഹേഷിന്റെ കാര്യം അമ്മയൊന്ന് പറഞ്ഞു നോക്ക്, എങ്ങാനും നടന്നാലോ? മഹേഷിന്റെ കാര്യം ഞാൻ എങ്ങനെ പറഞ്ഞാലും നടക്കാൻ പോണില്ല. പക്ഷേ മീരയുടെ കല്യാണക്കാര്യം ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അമ്മ പറ, അമ്മ വിചാരിച്ച എന്താണെങ്കിലും നടക്കും എന്നെന്റെ മനസ്സ് പറയുന്നുണ്ട്. വാ. ഇത് കഴിക്കാൻ. എന്താ ഇത്? ഭഗവാന് നേദിച്ച പ്രസാദം. എന്തിനാടാ ചിരിക്കുന്നത്? ആന്റി എന്തിനാ ഇപ്പോഴും ഇത്തരം പ്രഹസനങ്ങൾ നടത്തുന്നതെന്ന് ഓർത്ത് ചിരിച്ചതാ. ഏതെങ്കിലും ഈശ്വരൻ ആന്റി കൊടുക്കുന്ന ഈ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ? കുറെ നേരം ഇത് ആ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ തന്നെ എടുത്ത് കഴിക്കും. എന്നിട്ട് അത് പ്രസാദമെന്ന് പറയും. ഇതൊരു പ്രഹസനമല്ലേ? ഏതെങ്കിലും ഈശ്വരൻ നമ്മൾ കൊടുത്തത് കഴിച്ചിരുന്നെങ്കിൽ നമുക്കിതിങ്ങനെ ബാക്കി കിട്ടുമായിരുന്നു. ഭക്തിയോട് നമ്മൾ ഈശ്വരന് അർപ്പിക്കുന്നതെല്ലാം ഭഗവാൻ സ്വീകരിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. നമ്മൾ കാണുന്നതും കാണാത്തതുമെല്ലാം ഈശ്വരൻ തന്നെയാണ്. ഈ അറിവ് നമ്മളിൽ ഉറയ്ക്കണം. അറിവ് അനുഭവമാവണം. അങ്ങനൊരു തലത്തിൽ നമ്മൾ എത്തുന്നതുവരെ ഇങ്ങനെ പൂജിച്ചും നേദിച്ചും എല്ലാം ഈശ്വരനെ മനസ്സിൽ നിറയ്ക്കണം. ഇല്ലാത്തതും കാണാൻ പറ്റാത്തതും അനുഭവിക്കാൻ പറ്റാത്തതുമായി ഒന്നിൽ വിശ്വസിച്ച് വെറുതെ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും പറ്റും. അതിന് ശ്രമവും അന്വേഷണവും ആവശ്യമാണ്. അന്ധമായി എതിർത്താൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതൊന്നും വെറുതെ അല്ല. നീ കണ്ടിട്ടില്ലാത്ത പലതും നീ വിശ്വസിക്കുന്നില്ലേ, അനുഭവിക്കുന്നില്ലേ? ഇലക്ട്രിസിറ്റി, റേഡിയോ സിഗ്നൽ, എക്സ്റേ സിഗ്നൽ, അങ്ങനെ എന്തെല്ലാം. എല്ലാത്തിനും ഒരു പ്രക്ഷേപണ കേന്ദ്രവും സ്വീകരണ കേന്ദ്രവും ഉണ്ടെന്ന് നീ വാദിക്കുമായിരിക്കും. ഈശ്വരൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. സ്വീകരണ കേന്ദ്രം ഭക്തന്റെ മനസ്സാണ്. പഞ്ചസാരയുടെ രുചി അറിയാത്ത നിനക്ക് ഇന്നുവരെ മധുരം കഴിച്ചിട്ടില്ലാത്ത ഒരാളോട് അതെന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാവില്ല. അതുപോലെ തന്നെയാണ് ഈശ്വരനും. ഈശ്വരനെ അറിയാൻ നീ എന്ന് തയ്യാറാകുമോ അന്ന് നീ അറിയും. അത്രയുള്ളൂ. ഇതൊക്കെ വെറുതെ പറയുന്നതെന്ന് എനിക്കറിയാം ആന്റി. ഞാൻ നിന്നോട് ഒരു തർക്കത്തിനുമില്ല. തർക്കിച്ചൊന്നും മനസ്സിലാക്കിക്കാനും കഴിയില്ല. നിനക്കെന്തെങ്കിലും അറിയാൻ കൂടുതൽ ആഗ്രഹമുണ്ടായാൽ നീ തന്നെ തേടിയിറങ്ങും. സ്വയം ഉത്തരം കണ്ടെത്തുകയും ചെയ്യും. ആന്റി, ഞാനൊന്ന് മതി മതി. വന്നു കയറിയപ്പോഴേ രണ്ടുപേരും കൂടി തർക്കവും വഴക്കൊന്നും വേണ്ട. ഇത് വെറുതെ ഇരിക്കുന്ന ദിവസം രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചാ മതി. ഇനി അമ്മ പറഞ്ഞത് കേട്ടില്ലെന്ന് വേണ്ട ആന്റി. ഞാൻ വിട്ടു. ഇനി ആന്റി തരുന്ന പ്രസാദം തൽക്കാലം ആഹാരം എന്ന രീതിയിൽ കണ്ട് ഞാൻ കഴിച്ചോളാം. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ ആഹാരത്തിന് വലിയ പങ്കുണ്ട്. ഈ ശരീരം നമ്മൾ കഴിക്കുന്ന ആഹാരമാണല്ലോ. അപ്പൊ ആഹാരത്തെ ഈശ്വരനായിട്ട് കാണണം. എല്ലാം ഈശ്വരനാണ്, ആഹാരവും ഈശ്വരനാണ്. ഇനി അത് പറഞ്ഞ് തർക്കം വേണ്ട. ഇല്ലേ? അതിനെന്താ? അപ്പം ശരി, ഞാൻ ചെല്ലട്ടെ. അതെ, ഇവൻ ഇത്രയും കൂടെ ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? അവൻ നമ്മളെക്കാളും വലിയ ഭക്തനാകും. പക്ഷേ അതിന് സമയമെടുക്കും. ഇനി ഇവനെ ഇവിടെ തന്നെ നിർത്തിയാ മതി. എങ്ങും വിടണ്ട.
ഇനി ഇങ്ങും പോകുന്നില്ലെന്നാ അവനും പറഞ്ഞത്. കല്യാണപ്രായമൊക്കെ ആയില്ലേ, പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് വിവാഹം നടത്താന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്തു പറഞ്ഞു? അതൊക്കെ പിന്നെ നോക്കാം. തൽക്കാലം കമ്പനിയിലെ കാര്യങ്ങൾ അവൻ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. സമയം കിട്ടുമ്പോ ആദർശിന്റെ ജാതകം ഒന്ന് നോക്കണം. കല്യാണയോഗം ആയോന്ന് അറിയണമല്ലോ. അല്ല, അതിനിപ്പോ പുറത്തൊന്നും നോക്കണമെന്നില്ലല്ലോ. ചേച്ചിക്കെല്ലാം അറിയാവുന്നല്ലേ. ഞാൻ നോക്കുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. എന്നാ കുഴപ്പമില്ല, ധൃതി വേണ്ട, പതിയെ മതി. ആദർശ് ഇപ്പൊ എത്തിയല്ലേ ഉള്ളൂ. വന്നു കയറിയപ്പോഴേ നമ്മൾ ഓരോന്നിനവനെ പ്രഷർ ചെയ്യുന്നു, അതാണ് ഇവിടെ വന്ന് നിൽക്കാത്തത് എന്നൊക്കെ അവൻ പറഞ്ഞു കളയും. അത് ശരിയാ. പിന്നെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. നമ്മൾ ജാതകം നോക്കി ആലോചന നടത്തിയാലും വിവാഹം നടക്കേണ്ട സമയത്തേ നടക്കൂ. നടക്കുമ്പോ നടക്കട്ടെ. ആദർശ് വരുമെന്നറിഞ്ഞിട്ട് അഭി എന്താ എത്താതിരുന്നത്?